നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ചു കേട്ടില്ലേ? കള്ളം പറയരുത്. പ്രിയേ, നീ കാരണം ഈ കുടുംബം അപമാനിക്കപ്പെട്ടു. നാട്ടുകാർ മുഴുവൻ രാധികയുടെ നേർക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് പതുങ്ങി പതുങ്ങി കയറി വന്നിരിക്കുക. എവിടെയായിരുന്നടി നീ? അമ്മ, ഞാൻ പൂജയ്ക്ക് പോകാൻ തയ്യാറായതാ. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു പൂജ ചേച്ചിക്ക് ചെയ്യണോന്ന്. പ്രിയേ, ചേച്ചിയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചോട്ടെ എന്ന് ഞാനും കരുതി. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയതാ. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു നോട്ട് വാങ്ങാനുണ്ടായിരുന്നു. കേട്ടില്ലേ? കേട്ടില്ല ദേവാനി? ഉണ്ടായ സകല കുഴപ്പങ്ങൾക്കും കാരണം ആരാണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ നോക്കിക്കോ, ഈ കുടുംബം ഇവള് കൊണ്ട് ഇല്ലാതാവും. ആ മോളെ, മോളകത്തേക്ക് ചെല്ല്. ഇവിടെ വാടി. നീ എന്താടി മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? എന്നാ ഈ കുടുംബത്തിന് നീ തീയിടുന്നത്? നിനക്ക് മറ്റെന്തേലും കാരണം പറയായിരുന്നില്ലേ? നിനക്ക് പകരം ഞാൻ പൂജ ചെയ്തുകൊണ്ട് പൂജ മുടങ്ങി. അച്ഛനെ അമ്പല കമ്മിറ്റിക്കാര് വിലക്കി. ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരിയല്ലേ? അല്ല, ചേച്ചി എന്തിനാ പൂജ ചെയ്യാൻ പോയത്? ഞാൻ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പൂജ ചെയ്യണ്ടായിരുന്നല്ലോ. മുടങ്ങട്ടെ, ആർക്കാ നഷ്ടം? ചേച്ചിക്ക് ഇപ്പൊ പൂജ മുടങ്ങിയതും അച്ഛനെ വിലക്കിയതും ഒന്നും അല്ല സങ്കടം. നാട്ടുകാർക്കിടയിൽ സ്വന്തം പേര് നഷ്ടപ്പെട്ടതില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? എന്റെ നഷ്ടം എത്രയാന്നാ വിചാരിച്ചിരിക്കുന്നത്? നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ചിലപ്പോ കുറച്ച് കുറ്റമൊക്കെ കേൾക്കേണ്ടി വരും. അത്രയ്ക്കുള്ള അർഹതയല്ലേ ഉള്ളൂ. അത്രയ്ക്കുള്ള അർഹതയേ ഉള്ളൂ. നിന്റെ മനസ്സിൽ അതുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.